സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ, അതിൻ്റെ അർത്ഥമൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ 247 നാമത്തിലാണ് നമ്മൾ നടത്തിയത് പത്മനയന. പത്മനയന എന്ന് പറയുമ്പോൾ താമര ഇതൾ പോലുള്ള കണ്ണുകളോട് കൂടിയവൾ, അതാണ് പത്മനയന. അപ്പോൾ ദേവിയുടെ കണ്ണുകളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ ലളിതാ സഹസ്രനാമം ഒരു നാമം മുഴുവനും ഒരു മന്ത്രമാണെന്ന് പറയും, അല്ലെങ്കിൽ ഓരോ നാമവും ഒരു മന്ത്രമാണെന്ന് പറയും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് മന്ത്രം എങ്ങനെയാണ് കൊണ്ട് ഉപാസിക്കേണ്ടത് എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാം. മുഴുവനായിട്ട് മന്ത്രം ജപിക്കാം, അല്ലെങ്കിൽ ഇതിലത്തെ ഏതെങ്കിലും ഒരു മന്ത്രം എടുത്തിട്ട് അതിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം. അപ്പോൾ മന്ത്രങ്ങൾ മനനം ചെയ്യുന്തോറും മനസ്സിനെ ത്രാണനം ചെയ്യുന്നു. അതാണ് മനസ്സിനെ മനനാൽ ത്രാണതേ ഇതി മന്ത്രം എന്ന് പറയും. മനസ്സിനെ രക്ഷിക്കുന്നു, അതിൻ്റെ ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഇനി 248 നാമം പത്മരാഗ സമപ്രഭ. അതായത് പത്മരാഗം എന്ന് പറയുന്ന ഒരു കല്ലാണല്ലോ, നവരത്നങ്ങളിൽ ഒന്നായിട്ടുള്ള കല്ല്, മരതകം, ഇന്ദ്രനീലം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ നവരത്നങ്ങളിൽ ഒന്നായിട്ടുള്ള പത്മരാഗത്തിൻ്റെ പ്രഭയോട് തുല്യമായ പ്രഭയുള്ളവൾ. പത്മരാഗം എന്നുള്ളതിൻ്റെ നിറം എന്ന് പറയുന്നത് താമരയുടെ ചുവപ്പ് നിറമാണ്. അപ്പോൾ താമരയുടെ ചുവപ്പ് നിറത്തോട് സമമായ പ്രഭയുള്ളവളാണ് എന്ന് അതിനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദേവിയുടെ ശരീരകാന്തി പൊതുവേ പറയുന്നത് ഒരു പിന്നെന്താ പറയുക, ഒരു താമരയുടെ നിറത്തോടു കൂടിയാണ് അതിനെ ഉപമിക്കുന്നത്. അപ്പോൾ ആ വർണ്ണത്തോടു കൂടിയ ശരീരകാന്തി ഉള്ള ദേവി എന്നാണ് അർത്ഥം. ഇനി 249 നാമം പഞ്ചപ്രേതാസനാസീന. പഞ്ചപ്രേത ആസനത്തിൽ ഇരിക്കുന്നവൾ, അതായത് പഞ്ചപ്രേതങ്ങളാൽ കൽപ്പിതമായ ആസനത്തിൽ ആസീനയായവൾ ഇരിക്കുന്നവൾ. അപ്പോൾ ഇവിടെ ബ്രഹ്മശബ്ദമാണ് 5 മൂർത്തികൾ. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, പിന്നെ അതുപോലെ ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, പിന്നെ ഈശ്വരൻ, സദാശിവൻ. ഇങ്ങനെയാണ് 5 മൂർത്തികൾ. ഇവരാണ് പഞ്ചബ്രഹ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചബ്രഹ്മാക്കൾ ശക്തിരഹിതയായിട്ടാണ് ഇരിക്കുന്നത് എന്നും അവർക്ക് ശക്തി കൊടുക്കുന്ന ചൈതന്യമാണ് ദേവി എന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് അവർ ശക്തിരഹിതയായിട്ടിരിക്കുമ്പോൾ പഞ്ചപ്രേതങ്ങൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ചപ്രേതങ്ങളാകുന്ന ആസനത്തിൽ ഇരിക്കുന്നവൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ദേവിയുടെ ചില പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പിന്നെന്താണ്, ഒരു ശിവൻ ആകുന്ന കട്ടിലൊക്കെ ഇങ്ങനെ ശിവനെ, ആ കട്ടിൽ തന്നെ ശിവൻ ഇരിക്കുന്ന ശിവനായിട്ടുള്ള ഒരു കട്ടിൽ. അപ്പോൾ അങ്ങനെ ഈ 5 ബ്രഹ്മങ്ങൾ, അതായത് ഈ ബ്രഹ്മാക്കൾ, പഞ്ചബ്രഹ്മാക്കൾ, അവർ തന്നെ ആസനമായിട്ട് ആ ആസനത്തിൽ ഇരിക്കുന്നവൾ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മുമ്പ് ഒരു നാമത്തിൽ ഇത് പറഞ്ഞതാണ്, പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വേറൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി 250 നാമം പഞ്ചബ്രഹ്മസ്വരൂപിണി. പഞ്ചബ്രഹ്മസ്വരൂപിണി, പഞ്ചബ്രഹ്മം തന്നെ സ്വരൂപമായിട്ടുള്ളവൾ. അത് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതിനെ ഒന്നും കൂടെ വിവരിച്ച് പറയുന്നു. അതായത് പഞ്ചബ്രഹ്മം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ്, രുദ്രൻ, പിന്നെ അതുപോലെ വിഷ്ണു, പിന്നെ ഈശ്വരൻ, സദാശിവൻ. ഇതാണ് പഞ്ചബ്രഹ്മം. അപ്പോൾ ഈ പഞ്ചബ്രഹ്മമാകുന്ന ഈ പഞ്ചബ്രഹ്മം ദേവിയിൽ നിന്ന് ഭിന്നരല്ല, ദേവിയുടെ തന്നെ രൂപങ്ങളാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഓരോന്നിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാം ഒന്ന് തന്നെയാണെന്ന്. എന്നാൽ നമ്മളെല്ലാം വേറെ വേറെയായിട്ട് കാണുന്നു.
ഇവരെല്ലാം ദേവിയുടെ തന്നെ രൂപങ്ങളാണ്. അപ്പോൾ ശക്തിയുക്തയായിട്ടിരിക്കുമ്പോൾ പഞ്ചപ്രേതങ്ങളായ ഇവർ ദേവിയാംശം തന്നെയായ ശക്തികളോട് ചേർന്ന് പ്രപഞ്ച പ്രവർത്തനത്തിന് കാരണമാകുന്നു. അപ്പോൾ ഈ 5 മൂർത്തികൾ ദേവിയോട് ചേർന്ന് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഇനി ചിന്മയി 251 നാമം ചിന്മയി. ചിന്മയി എന്ന് പറയുമ്പോൾ ചൈതന്യ രൂപമായ ബോധം. അപ്പോൾ ബോധം അല്ലെങ്കിൽ ചിത്ത് തന്നെ സ്വരൂപമായിട്ടുള്ളവളാണ് ചിന്മയി. അപ്പോൾ ഈ ബോധശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ക്രീനിൽ കുറേ പിക്ചർ വരുമ്പോഴാണല്ലോ നമ്മളതിനെ സിനിമ എന്ന് പറയുക. അപ്പോൾ ആ സ്ക്രീനില്ലെങ്കിൽ സിനിമ കാണാൻ പറ്റില്ല. അതുപോലെയാണ് ഈ ബോധശക്തിയിലാണ് എല്ലാ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പോൾ ആ ബോധമില്ലെങ്കിൽ ബോധശക്തി, അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അനന്ത ബോധശക്തി, എല്ലാത്തിനെയും നിലനിർത്തുന്ന അനന്ത ബോധശക്തിയാണ് ഈശ്വരൻ. ആ ഒരു അറിവും കൂടെ നമുക്കിവിടെ നിൽക്കുന്നു. അതാണ് ചിന്മയി. അപ്പോൾ ചിത്ത് അല്ലെങ്കിൽ ബോധം തന്നെ സ്വരൂപമായിട്ടുള്ളവളാണ് ദേവി. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതൊരു പിന്നെ മൂർത്തിയുടെ ഇതെടുത്താലും സഹസ്രനാമം എടുത്താൽ അതിലും ഇങ്ങനെ ഒരു നാമം ഉണ്ടാവും. കാരണം ആ ദൈവം തന്നെയാണ് ബോധസ്വരൂപമായിട്ട് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. കാരണം എല്ലാം ഒന്നാണ്. നമ്മൾ പല രീതിയിൽ വിളിക്കുന്നതെന്നുള്ളത്. നമ്മൾ രാവിലെ തൊട്ട് അരി കൊണ്ടുണ്ടാക്കിയ പല വിഭവങ്ങൾ നമ്മൾ ആഹാരമായിട്ട് കഴിക്കുന്നു. അപ്പോൾ രാവിലെ കഞ്ഞി അല്ലെങ്കിൽ രാവിലെ ഇഡലി ആയിരിക്കും, ഉച്ചയ്ക്ക് ചോറായിരിക്കും, വൈകുന്നേരം കഞ്ഞി ആയിരിക്കും. എന്നാലും എല്ലാത്തിലും അരി തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ധാന്യം ആയിട്ട് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ അതുപോലെയാണ് നമ്മൾ പല രൂപങ്ങളിൽ പല ദേവതകളെ നമ്മൾ ഉപാസിക്കുന്നു. എന്നാൽ എല്ലാം ആ ഒരു അനന്ത ബോധശക്തി തന്നെയാണ്. അതിനാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ചിന്മയി എന്ന് പറഞ്ഞു. അതിനാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം, പരമാത്മ എന്നൊക്കെ പറയുന്നത്. അത് പക്ഷെ നമ്മൾ പല പേരുകളിൽ വിളിച്ചും അത് തന്നെയല്ലേ ഈ ലോകം എന്ന് പറയുന്നത് എല്ലാം ഭഗവാന്റെ തന്നെ പ്രകടിത രൂപങ്ങളാണ്. നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 252 നാമം പരമാനന്ദ. പരമാത്മാവ്, അതായത് ബ്രഹ്മം, പരമമായ സർവശ്രേഷ്ഠമായ ആനന്ദം തന്നെ സ്വരൂപമായുള്ളവൾ. അതാണ് ആനന്ദസ്വരൂപിണി. ആനന്ദത്തെ 8 വകയായിട്ട്. അപ്പോൾ പരമാനന്ദ എന്ന് പറയുമ്പോൾ പരമാത്മാവ് എന്നർത്ഥം, അല്ലെങ്കിൽ ബ്രഹ്മം എന്നർത്ഥം. അപ്പോൾ ഈ പരമമായ ആനന്ദം അത് തന്നെയാണ് ബ്രഹ്മം. അപ്പോൾ ഈ ബ്രഹ്മത്തിൻ്റെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ ആനന്ദമാണ്. അപ്പോൾ ആനന്ദസ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയുക. അതുപോലെ തന്നെ ആനന്ദസ്വരൂപിണിയാണ് ഭഗവതി അല്ലെങ്കിൽ ദേവി. പരമമായ സർവശ്രേഷ്ഠമായ ആനന്ദം തന്നെ സ്വരൂപമായിട്ടുള്ളവൾ, അതാണ് ആനന്ദസ്വരൂപിണി. ആനന്ദത്തെ 8 വകയായിട്ട് തിരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. വിഷയാനന്ദം, വിഷയത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം, ബ്രഹ്മത്തിൻ്റെ ആനന്ദം, വാസനകളിൽ നിന്നുള്ള ആനന്ദം, ആത്മ ആനന്ദം, മുഖ്യ ആനന്ദം, നിജ ആനന്ദം, അദ്വൈതാനന്ദം, പിന്നെ ജ്ഞാന ആനന്ദം. ഇതൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സർവശ്രേഷ്ഠമെന്ന് ജ്ഞാനികളും ജ്ഞാന ആനന്ദമാണ് അതിലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് ജ്ഞാനികളും പണ്ഡിതന്മാർ പറയും. എന്നാൽ ബ്രഹ്മാനന്ദമാണ് വളരെ ശ്രേഷ്ഠമെന്ന് അദ്വൈതവാദികൾ പറയും. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ കറക്റ്റാണെന്ന് തോന്നുമല്ലോ. അപ്പോൾ ഭഗവാന്റെ രൂപം തന്നെ, സ്വരൂപം തന്നെ ആനന്ദമാണെന്ന്. അപ്പോൾ ആ ആനന്ദ സ്വരൂപം നമ്മുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. കാരണം നമ്മളുടെ ഉള്ളിലും ആ ദൈവത്തിൻ്റെ അംശമുണ്ട്. ഓരോ മനുഷ്യനും അംശാവതാരമാണെന്ന് പറയും. ഭഗവാന്റെ അംശം എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയണം, മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി എന്ന്. അതായത് മമൈവാംശോ ജീവലോകെ, എൻ്റെ അംശം തന്നെയാണ് ഈ ലോകത്ത് പല രൂപത്തിലിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ പരമാനന്ദം എന്ന് പറയുന്നത് തന്നെയാണ് ബ്രഹ്മം. ആ ബ്രഹ്മം, പരമാത്മാവ്, ബ്രഹ്മം, പരബ്രഹ്മസ്വരൂപിണി എന്നൊക്കെ അർത്ഥം തന്നെയാണ് പരമാനന്ദ ആനന്ദസ്വരൂപിണി, പരമമായ ആനന്ദം സ്വരൂപമായിട്ടുള്ളവർ, അതാണ് അർത്ഥം. ഇനി 253 നാമം വിജ്ഞാന ഘനരൂപിണി. അപ്പോൾ വിജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവ്,
എന്നോ ചൈതന്യം എന്നൊക്കെ പറയാം, ഘനമായിട്ട് അല്ലെങ്കിൽ സാന്ദ്രമായിട്ട് രൂപം പ്രാപിച്ചപ്പോൾ. അപ്പോൾ ഘനം എന്ന് പറയുമ്പോൾ അത് കട്ടിയായിട്ട് എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ അറിവ് തന്നെ കട്ടിയായിട്ടുള്ള രൂപം പ്രാപിച്ചവൾ. വിജ്ഞാനം എന്നതിന് ജ്ഞാനം എന്നും പറയാം. അല്ലെങ്കിൽ വിജ്ഞാനവും ജ്ഞാനവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, ജ്ഞാനം എല്ലാ അറിവുകളിനെയും ജ്ഞാനം എന്ന് പറയുമ്പോൾ, വിജ്ഞാനം എന്ന് പറയുന്നത് വിശേഷേണയുള്ള ജ്ഞാനം, അതായത് പഠന മനനാദികൾ കൊണ്ട് അറിയാനാവാത്തതും ദേവീ പ്രസാദം കൊണ്ട് മാത്രം സിദ്ധിക്കുന്ന ആത്യന്തികമായ ജ്ഞാനം, അതിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അത് ഘനീഭവിച്ച രൂപമുള്ളവൾ അതാണ് ദേവി. എല്ലാ സർവജ്ഞാനത്തിനും ഇരിപ്പിടമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ സരസ്വതി പൂജയ്ക്ക് ദേവിയുടെ മുമ്പിൽ ഹരിശ്രീ കുറിച്ച് അധ്യക്ഷരം കുറിക്കുന്നത്. കാരണം എല്ലാ ജ്ഞാനങ്ങൾക്കും ഇരിപ്പിടം, സർവജ്ഞാനത്തിനും ഇരിപ്പിടമായവൾ ദേവി എന്ന അർത്ഥം. അപ്പോൾ എല്ലാ ജീവനിലും സമഷ്ടിയായിട്ട് ദേവീ രൂപത്തിൽ. അപ്പോൾ വിജ്ഞാന ശബ്ദം ജീവനെ കുറിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ വിജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവ് അല്ലെങ്കിൽ തിരിച്ചറിവ് എന്ന് മാത്രമല്ല, അത് ജീവൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ജീവൻ എല്ലാ ജീവജാലങ്ങളിലും ജീവൻ ഉണ്ടാകുമ്പോഴാണല്ലോ അതിന് ജീവികൾ എന്ന് പറയുക. അപ്പോൾ ദേവി എല്ലാത്തിലും എല്ലാ സമഷ്ടി ആയിട്ട് ദേവീ രൂപത്തിൽ അന്തർഹിതമായിരിക്കുന്നു. വിജ്ഞാനഘനരൂപിണി എന്നതിന് എല്ലാ ജീവനും ദേവീ രൂപത്തിൽ എല്ലാത്തിലും അന്തർഹിതമായിരിക്കുന്നു എന്നും പറയാം. അപ്പോൾ ഇതുവരെ ഉള്ള ഭാഗം ഭഗവാന് സമർപ്പിക്കുന്നു, ദേവിക്ക്, മഹാദേവിക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് പത്മരാഗസമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാനഘനരൂപിണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് നാമങ്ങളാണെങ്കിലും അതിൻ്റെ അർത്ഥം നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാമങ്ങളുടെ അർത്ഥം പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇത്രയും ഭാഗം ദേവിക്ക് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.